എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ സ്വാദിഷ്ടമായിട്ട് തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ കാറ്ററിംഗ് സ്പെഷ്യൽ മുളകിട്ട മീൻകറിയാണ്. ഈ ഒരു മീൻകറിയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, കറി തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ മീൻകറി ഒരാഴ്ച കാലത്തോളം ഫ്രിഡ്ജിലൊന്നും തന്നെ വെക്കാതെ പുറത്ത് വെച്ച് സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. അതും ഒരു തരി പോലും കേടായി പോകുകയുമില്ല. കൂടുതൽ അളവിൽ മീൻകറിയൊക്കെ തയ്യാറാക്കി എടുക്കാനായിട്ട് നോക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകാം. ഇന്ന് നമുക്കൊരു 2-2.5 കിലോ അളവിലുള്ള കേരമീൻ മുളകിട്ട കറി ഓർഡർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ ആ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ ഇവിടെ 2.25 കിലോ അളവിലാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനാണ് കേട്ടോ. നമുക്ക് ഈ മീനൊന്ന് കഴുകിയെടുക്കായേ. ആദ്യം ഇതിന്റെ ആ ഒരു ചോര വെള്ളമൊക്കെ ഒന്ന് കഴുകി കളഞ്ഞതിന് ശേഷം നമുക്കൊന്ന് ഉപ്പ് വെള്ളത്തിലിട്ട് കഴുകിയെടുക്കണേ. മുളകിട്ട മീൻകറിയൊക്കെ തയ്യാറാക്കുമ്പോൾ അല്പം തുണ്ടം പീസുകളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതുപോലെ മാംസത്തിന് നല്ല മുറുക്കമുള്ളതുമായിരിക്കണം. അല്ലെങ്കിൽ കൂടുതൽ അളവിൽ നമ്മൾ കറിയൊക്കെ തയ്യാറാക്കുമ്പോൾ കഷ്ണങ്ങൾ കറിയിൽ നിന്ന് ഇളക്കി വരുമ്പോൾ തന്നെ പൊടിഞ്ഞു പോകാനൊക്കെ സാധ്യത കൂടുതലാണ്. അങ്ങനെ നമ്മുടെ മീൻ കഷ്ണങ്ങളിലെ ചോര വെള്ളമൊക്കെ ഞാനൊന്ന് കഴുകി കളഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇനി നമുക്ക് ഈ മീനിലേക്ക് കല്ലുപ്പ് ചേർക്കാം. കുറച്ച് സമയം നമുക്ക് ഇതൊന്ന് മുക്കി വെക്കാം. ഈ മീനൊന്ന് നല്ലോണം തന്നെ ഒന്ന് മുങ്ങിക്കിടക്കട്ടെ. ആ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായ ചേരുവകളൊക്കെ ഒന്ന് എടുത്ത് വെക്കാം. മീൻ ഉപ്പുവെള്ളത്തിൽ കഴുകി വെള്ളമെല്ലാം ഊറ്റാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കറിക്ക് ആവശ്യമായ കൊടംപുളിയാണ് കേട്ടോ. കൊടംപുളി നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. 1 കിലോ മീന് ഇതുപോലുള്ള 2 കഷ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1 കിലോ കേട്ടോ. നമ്മളിന്ന് ഇവിടെ എടുത്തിട്ടുള്ളത് 10 കഷ്ണം പുളിയാണ് എടുത്തിട്ടുള്ളത്. 2.5 കിലോ മീന് 10 കഷ്ണം കൊടംപുളി. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1.5 ലിറ്റർ വെള്ളമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. വെള്ളം തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് തന്നെ നമുക്കിതിലേക്ക് ഉപ്പ് ചേർക്കണം കേട്ടോ. ഞാനിവിടെ ഒരു 3.5 സ്പൂൺ കല്ലുപ്പാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു കല്ലുപ്പ് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ചേർക്കാം. 1 സ്പൂൺ അളവില് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ പുളി നല്ലോണം തന്നെ ഒന്ന് തിളച്ച് വരട്ടെ. ഇനി നമുക്ക് പൊടികളൊന്ന് നനച്ചെടുക്കണം. ഇന്ന് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് 1 കിലോ മീന് 2.5 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും 1 സ്പൂൺ അളവില് എരിവെള്ള മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ 15 മില്ലിഗ്രാമാണ്. സ്പൂൺ എന്ന് പറഞ്ഞാൽ 10 മില്ലിഗ്രാമാണ്. അങ്ങനെ ഒരു 2.5 കിലോ മീൻ ആവശ്യമായ പൊടികളാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 1 കിലോ മീൻ കറി തയ്യാറാക്കി എടുക്കാനായിട്ട് 2.5 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും 1 സ്പൂൺ അളവിൽ എരിവെള്ള മുളക് പൊടിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇങ്ങനെ നമ്മൾ പൊടികൾ എടുക്കുമ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ല ഗ്രേവിയൊക്കെ കിട്ടുന്നത്. നമ്മളൊരു പാർട്ടികളിലൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് കുറുകിയ ഗ്രേവിയോടുകൂടി തന്നെയാണ് നമ്മുടെ കറി ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് ഈ മുളക് പൊടിയിലേക്ക് നല്ല വെട്ടി തിളയ്ക്കുന്ന വെള്ളം ഒന്ന് ഒഴിച്ച് ഒന്ന് കുഴച്ച് വെക്കണം. നമ്മുടെ കറിക്ക് മെയിനായിട്ട് വേണ്ടത് വെളുത്തുള്ളിയാണ്. ഞാനിവിടെ 1 കിലോ മീനിന്റെ അളവിന് 3 ബോള് വെളുത്തുള്ളി എന്ന കണക്കിന് ഒരു 10 ബോള് വെളുത്തുള്ളിയാണ് ഞാനിവിടെ പൊളിച്ചെടുത്തിട്ടുള്ളത്. ഇതൊരു 4 കൈപ്പിടി അളവുണ്ടായിരുന്നു. ഇത് നമുക്കിതിവിടെ ഒന്ന് ചതച്ചാണ് എടുക്കേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല. വെളുത്തുള്ളിയുടെ കൂടെ തന്നെ ഒരു 60 ഗ്രാം അളവില് ഇഞ്ചിയും കൂടി എടുത്തിട്ടുണ്ട്. കണ്ടോ? ഇനി ഇതിന്റെ സ്കിന്നൊക്കെ നീക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരണം. ഇപ്പൊ നമ്മുടെ പുളിവെള്ളം നല്ലതുപോലെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ വെള്ളത്തിൽ നിന്നും കുറച്ച് വെള്ളം കോരിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ള മുളക് പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ തിളച്ച വെള്ളം മുളക് പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ പൊടികള് നല്ലതുപോലെ വേവായി കിട്ടും. ഇനി നമുക്ക് ഈ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൂടെ വെക്കാം. അപ്പോൾ നമ്മുടെ പുളിവെള്ളം തിളപ്പിച്ചു വെച്ചു, മുളക് നനച്ചു വെച്ചു, ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചതച്ചും വെച്ചു. ഇനി ഉടൻ തന്നെ കറി തയ്യാറാക്കാൻ തുടങ്ങാം. ഇന്ന് നമ്മൾ കൂടുതൽ അളവിൽ ചെയ്യുന്നത് കൊണ്ട് മൺചട്ടിയിൽ കറി തയ്യാറാക്കാൻ സാധ്യമല്ല. കാരണം മൺചട്ടിയിൽ അടിക്ക് പിടിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ നമ്മളൊരു പാർട്ടിക്കൊക്കെ കൊടുക്കാനായിട്ടാണ് നമ്മൾ ഈ കറി തയ്യാറാക്കുന്നത്. അതുകൊണ്ട് ഞാനിവിടെ ഉരുളിയിലാണ് തയ്യാറാക്കുന്നത്. കറി തയ്യാറാക്കി കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ ഈ ചട്ടിയിൽ നിന്നും പകർത്തി മാറ്റുവട്ടാ. ഇനി നമ്മുടെ ഉരുളി നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ഇപ്പൊ നമ്മുടെ ഉരുളിച്ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ അളവിൽ മീൻ ഉള്ളത് കൊണ്ട് 150 ഗ്രാം അളവിൽ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും ഇത്രയും തന്നെ ഉലുവ ചേർക്കാം. നമ്മൾ ഇതിലേക്ക് ഉലുവപ്പൊടി ചേർക്കുന്നുണ്ട്. എങ്കിലും കുറഞ്ഞളവിൽ ഉലുവ ചേർക്കണം. അപ്പോഴാണ് മീൻകറിക്ക് നല്ല സ്വാദ് കിട്ടുന്നത്. അങ്ങനെ നമ്മുടെ ഉലുവ ഇപ്പോൾ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള ഇഞ്ചിയും കറിവേപ്പിലയുമാണ്. കണ്ടോ?
മീൻകറി തയ്യാറാക്കുമ്പോൾ കൂടുതൽ അളവിലാണ് കറിവേപ്പില ചേർക്കേണ്ടത്. ഇനി കറിവേപ്പില ചേർക്കാം. കൂടെ തന്നെ ഇഞ്ചിയും കൂടെ ചതച്ച് ചേർക്കാം. ഇഞ്ചി ഒന്ന് മുരിഞ്ഞ് വരട്ടെ. ഇഞ്ചി നല്ലതുപോലെ മുരിഞ്ഞ് വരുമ്പോൾ ഈ ഒരു ചട്ടിയിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് വരും. ആ ഒരു പാകമാകുമ്പോൾ നമുക്കിതിലേക്ക് ചതച്ച വെളുത്തുള്ളി ചേർക്കാം. വെളുത്തുള്ളിയും ചേർക്കുന്നുണ്ട്. വെളുത്തുള്ളിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലതുപോലെ ഇളക്കി ഒന്ന് മുരിയിച്ചെടുക്കാം. വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞ് കിട്ടണം. നമ്മളിതിലേക്ക് കൊച്ചുള്ളി ചേർക്കുന്നില്ല കേട്ടോ. നമ്മൾ ഈ കറി തയ്യാറാക്കുന്ന സമയത്ത് ഉപ്പ് ചേർക്കില്ല. കാരണം നമ്മൾ പുളി തിളപ്പിച്ചെടുത്തപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ വീഡിയോ കാണുന്ന ആൾക്കാർ പറയല്ലേ ഞാൻ കറിയിൽ ഉപ്പ് ചേർത്തിട്ടില്ല എന്ന്. നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് കണ്ടാൽ മാത്രമാണ് കേട്ടോ ഈ ഒരു കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നത്. വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ മുരിഞ്ഞ് കിട്ടണം. ഈ വെളുത്തുള്ളിയെല്ലാം ഉരുളിയിൽ നിന്നും വിട്ട് വരുന്ന ഒരു പാകത്തിലേക്കായി വരും. പിന്നെ പല നാട്ടിലും പല രീതിയിലാണ് കറി തയ്യാറാക്കി എടുക്കുന്നത്. നിങ്ങളിതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർത്ത് കറി തയ്യാറാക്കാം. തക്കാളി ചേർക്കാൻ ഇഷ്ടമാണെങ്കിൽ ചേർക്കാം. കടുക് ചേർക്കാൻ ഇഷ്ടമാണെങ്കിൽ ചേർക്കാം. മല്ലിപ്പൊടി ചേർക്കാൻ ഇഷ്ടമാണെങ്കിൽ ചേർക്കാം. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നത്. അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ അളവിലാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ നനച്ച് വെച്ചിട്ടുള്ള മുളകാണ് ചേർക്കേണ്ടത്. മുളക് നല്ല ക്രീമി ടെക്സ്ചറിലാണ് ആയി വന്നിട്ടുള്ളത്. നമുക്ക് മുളക് ചേർക്കാം. ഇനി നമ്മുടെ മുളക് നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞ് കിട്ടണം. അതുവരെയാണ് നമുക്ക് ഇളക്കി കൊടുക്കേണ്ടത്. മുളകൊക്കെ മുരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാനിൽ നിന്നും വിട്ട് ഉരുണ്ട് വരുന്നൊരു പാകത്തിലേക്ക് ആയി കിട്ടും. അതുവരെയാണ് നമുക്ക് മുളക് മുരിയിച്ചെടുക്കേണ്ടതും. ഇപ്പോൾ നമ്മുടെ മുളകിൽ നിന്നും നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെളിച്ചെണ്ണ എല്ലാം നല്ലതുപോലെ തെളിഞ്ഞ് വരുന്നിട്ടുള്ള ഒരു പാകത്തിലേക്കായി വന്നിട്ടുണ്ട്. ഇത്രയൊന്നും പോരാ, നല്ല പോലെ തന്നെ മുളകൊക്കെ ഒന്ന് ഉരുണ്ട് വരുന്നൊരു പാകത്തിലേക്ക് ആയി കിട്ടണം. ഈ ഒരു പാകമായാൽ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി, മീൻകറിക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് അല്പം കായപ്പൊടി കൂടെ ചേർക്കാം. ഒരു 2-3 പിഞ്ചളവിൽ ചേർത്താൽ മതിയാകും. വീണ്ടും നല്ലോണം തന്നെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മുളകൊക്കെ നല്ലതുപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ വഴറ്റി കൊടുക്കുമ്പോൾ നടുഭാഗത്തേക്ക് ഉരുണ്ട് വരുന്നൊരു പാകത്തിലേക്കാണ് മുളകായി വന്നിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർക്കാം. മീൻ കഷ്ണങ്ങൾ ചേർക്കുവാണ്. മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ആദ്യം ചേർത്ത മീൻ കഷ്ണങ്ങൾ ചേർത്ത മസാല പൊതിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് നമുക്കിതിലേക്ക് ചേർക്കാം. വീണ്ടും മീനും മസാലയും കൂടെ ഇളക്കി യോജിപ്പിക്കാം. ബാക്കിയുള്ളത് കൂടെ ചേർക്കാം. വെള്ളം എല്ലാം കളഞ്ഞിട്ട് വേണം കേട്ടോ മീൻ കഷ്ണങ്ങൾ ചേർക്കാനായിട്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ പുളിവെള്ളമൊക്കെ നേരത്തെ തന്നെ തിളപ്പിച്ച് വെച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇനി കുക്കിംഗ് ടൈമൊന്നും അധികം ആകില്ല. നമുക്ക് ഈ മുളക് ഒന്ന് മുരിഞ്ഞ് കിട്ടുന്ന താമസം മാത്രമേ ഉള്ളൂ. മീൻ കഷ്ണങ്ങൾ ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പുളിവെള്ളം ചേർക്കാം. തിളപ്പിച്ച് വെച്ചിട്ടുള്ള പുളിവെള്ളമാണ്. പുളിവെള്ളം ചേർത്ത് വീണ്ടും നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. പുളിവെള്ളം ചേർത്ത് നല്ലോണം തന്നെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. കഷ്ണങ്ങളൊന്ന് വേവായി വരാനായിട്ട് നമുക്കൊന്ന് മൂടിയാണ് വെച്ചു കൊടുക്കേണ്ടത്. കൂടുതലായിട്ട് നമ്മൾ കുത്തി ഇളക്കി കൊടുത്താൽ കഷ്ണങ്ങൾ പെട്ടെന്ന് പൊടിഞ്ഞു പോവാൻ സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം കഷ്ണങ്ങളൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ടും. ഇനിയിപ്പോൾ കഷ്ണങ്ങളൊക്കെ ഒന്ന് ചാറിലൊന്ന് മുക്കി വെച്ചു കൊടുക്കാം. ഇനി കറി ഒന്ന് നല്ലോണം തിളച്ച് വരട്ടെ. ഈ സമയത്ത് കുറച്ചും കൂടെ കറിവേപ്പില ചേർക്കുന്നുണ്ട്. നമ്മുടെ കറി ഇപ്പോൾ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. 25 പേർക്ക് സെർവ് ചെയ്യാനായിട്ട് ഇത്രയും തന്നെ അളവ് മതി കേട്ടോ. കറി ഒന്ന് മൂടി വെച്ച് കൊടുക്കുവാണ്. അങ്ങനെ നമ്മുടെ ഇപ്പോൾ മീൻകറി നല്ല പോലെ തിളച്ചുകൊണ്ടിരിക്കുവാണ്. ഇനിയിപ്പോൾ മീൻ കഷ്ണങ്ങളൊന്ന് വെന്ത് കിട്ടണം. ഇനി മൂടി തുറന്നു വെച്ചിട്ട് മീൻകറിയുടെ ചാറ് കണ്ട കൂടുതൽ അളവിൽ വന്നിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ഒരു തുള്ളി പോലും വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നില്ല. നല്ല പോലെ വെള്ളം എല്ലാം പിഴിഞ്ഞതിന് ശേഷമാണ് കഷ്ണങ്ങൾ കറിയിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൂടുതൽ അളവിൽ തന്നെ വെള്ളം വന്നിട്ടുണ്ട്. വെള്ളമൊന്ന് നമുക്ക് കുറച്ചങ്ങ് വറ്റിച്ചെടുക്കണം. വെള്ളം പെട്ടെന്ന് വറ്റി കിട്ടാനായിട്ട് നമുക്കൊന്ന് മൂടി തുറന്ന് വെച്ച് കൊടുക്കാം. ഈ സമയത്ത് കറിക്ക് ഉപ്പ് പുളിയൊക്കെ ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കറി നല്ലതുപോലെ തിളച്ച് ഒന്ന് കുറുകിയ പാകത്തിലേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ കറിക്ക് നല്ല പോലെ തന്നെ ചാറുണ്ട്. ഒന്ന് വറ്റി വരണം. ഇപ്പൊ നമ്മുടെ മീൻകറിയുടെ ചാറ് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ പിന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോ ഇതിന്റെ ചൂടൊക്കെ ഒന്ന് ആറി വരുമ്പോഴേക്കും കറി ഒന്നുകൂടെ കുറുകി വരാനായിട്ട് സാധ്യത കൂടുതലാണ്. കറിയുടെ ചൂടാറിയതിനു ശേഷം നമുക്കൊരു മൺചട്ടിയിലേക്ക് കറി മാറ്റാവുന്നതാണ്.
അങ്ങനെ നമ്മുടെ കറിയുടെ ചൂടൊക്കെ ഇപ്പോൾ ആറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറി ഒരു മൺചട്ടിയിലേക്ക് കൂടെ മാറ്റാം. അങ്ങനെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള മുളകിട്ട മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുവരെയും ഇതുപോലൊരു കറി തയ്യാറാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ട് വീടുകളിൽ തയ്യാറാക്കി നോക്കാൻ മറക്കല്ലേ. അതുപോലെ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാത്തിരിക്കുക.